എന്നാൽ രാക്ഷസറാണി, അഥവാ അവിടുത്തെ ഈ മായാശക്തികൾ പരാജയപ്പെട്ടാൽ നമുക്ക് പിന്നീട് എന്ത് സംഭവിക്കും? രാജകുമാരിയുടെ ഒപ്പം ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു, അവളെ നീ കണ്ടോ? ഉവ്വ് രാക്ഷസറാണി. ആ പെൺകുട്ടി ദേവകന്യകയാണ്. അതുകൊണ്ട് നമ്മൾ അവളിൽ നിന്നും അകലം പാലിക്കുകയാണ് വേണ്ടത്. അവളുടെ ശുഭശക്തികൾ നമുക്ക് ഹാനി വരുത്തുന്നതാണ്. നമുക്ക് ഹാനി വരുത്തുമെങ്കിൽ അവൾ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ്? അവിടുന്ന് ഒരു ആജ്ഞ നൽകുകയാണെങ്കിൽ നമ്മുടെ അനുവാദം ലഭിക്കുന്നതുവരെ, ആ മഹാ അമൃതജലം നമ്മുടെ കൈകളിൽ എത്തുന്നതുവരെ നമ്മുടെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള അവിവേകവും പ്രവർത്തിക്കാൻ പാടില്ല. ഇപ്പോൾ നീ പുറത്തേക്ക് പോകൂ. എന്നിട്ട് പുറത്ത് ചെന്ന് നോക്കൂ. അകാരണമായ ആ പക്ഷികൾ വന്നതുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന്. ഒന്നിനു പുറകെ ഒന്നായി അശുഭ സംഭവങ്ങൾ. ഈ സംഭവങ്ങളെല്ലാം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണോ? അല്ല, ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? രാജകുമാരി, ഇന്ന് അവിടുത്തെ സ്വയംവരമാണ് പുത്രി. നീയൊരു പുതിയ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. എന്നാൽ പുത്രി, നിന്റെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി പോലും ഇല്ലാത്തത് എന്താണ്? നമുക്ക് ആശങ്കപ്പെടാതിരിക്കാൻ കഴിയുന്നില്ല രാജപുരോഹിതൻ. നാം എത്രത്തോളം ദൗർഭാഗ്യവതിയാണ്. നമ്മുടെ പിതാശ്രീ അസുഖബാധിതനായിരുന്നിട്ടും നമുക്ക് സ്വയംവരത്തിൽ പങ്കെടുക്കേണ്ടതായി വരുന്നു. നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കും? നമുക്കറിയാം പുത്രി, നമുക്കറിയാം. നാം എല്ലാം മനസ്സിലാക്കുന്നു. എന്നാൽ ഇങ്ങനെ നിരാശപ്പെട്ടതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. എന്നാൽ ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം പുത്രി. ഒരു രാത്രി എത്രത്തോളം ആഴമേറിയ അന്ധകാരം നിറഞ്ഞതാണെങ്കിൽ പോലും ഒരു പുതിയ പ്രകാശം എല്ലാ രാത്രിയുടെയും അന്ത്യത്തിൽ തീർച്ചയായും എത്തുന്നതാണ് പുത്രി. അങ്ങനെയെങ്കിൽ ഒരു പക്ഷെ ആ പ്രകാശം നമുക്ക് കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ആശങ്കപ്പെടേണ്ടി വരില്ലായിരുന്നു. എന്നാൽ പ്രകാശം കാണുന്നതൊക്കെ വിദൂര സ്വപ്നമാണ്. ഇവിടെ ഒന്നിനു പുറമെ ഒന്നായി അശുഭ സൂചനകൾ ലഭിക്കുകയാണ്. ഏതോ വലിയ ആപത്ത് നമ്മുടെ രാജ്യത്തെ പൂർണ്ണമായും ബാധിക്കാൻ പോകുന്നത് പോലെ. അമംഗള സൂചനകൾ നമുക്കും ലഭിക്കുന്നുണ്ട് പുത്രി, ലഭിക്കുന്നുണ്ട്. എന്നാൽ യാതൊന്നും വ്യക്തമല്ല, ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുമില്ല. അതേ പുത്രി, ഒന്നും മനസ്സിലാകുന്നില്ല. അസുഖം മാറിയ അവസ്ഥയിൽ ഒരു തവണയെങ്കിലും പിതാശ്രീയെ കണ്ടിരുന്നുവെങ്കിൽ നമുക്കിപ്പോഴുള്ള ഈ ആശങ്ക അല്പമെങ്കിലും കുറയുമായിരുന്നു. പിതാശ്രീ ഇവിടെ ഉള്ളപ്പോൾ അമംഗളമൊന്നും സംഭവിക്കില്ല എന്ന് കരുതാമായിരുന്നു. പിതാശ്രീയുടെ അസുഖം മാറാൻ യാതൊരു ലക്ഷണവുമില്ല. അങ്ങയുടെ പക്കൽ ഇനി മറ്റൊരു മാർഗവുമില്ലേ? മാർഗങ്ങളൊന്നുമില്ല എന്ന് പൂർണ്ണമായി പറയാൻ സാധിക്കില്ല രാജകുമാരി. എന്നാൽ ആ മാർഗം വളരെ കഠിനമാണ്. അതുകൊണ്ട് തന്നെ അതിനെ അസംഭവ്യം എന്ന് തന്നെ പറയാവുന്നതാണ്. അത് പിന്നെ ചണ്ഡികാ മഹാദേവിയുടെ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വളരെ വിശിഷ്ടമായൊരു ഫലം ഉണ്ടാകുന്നുണ്ട്, സുധാഫലം. ആ സുധാഫലം ഏതെങ്കിലും വിധത്തിൽ കൊണ്ടുവന്ന് മഹാരാജാവിന് നൽകുകയാണെങ്കിൽ പിന്നീട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകാൻ ഇടയുണ്ട്. എന്നാൽ ആ ഫലം കൊണ്ടുവരുന്നത് വളരെ കഠിനമാണ് പുത്രി, കഠിനമാണ്. ഈ മാർഗമല്ലാതെ മറ്റൊരു ഉപായവുമില്ല പുത്രി. നമുക്കറിയില്ല, സത്യത്തിൽ നമുക്കറിയില്ല. ദേവിയുടെ ആഗ്രഹം എന്താണെന്നും അറിയില്ല. കേവലം ഒരു പ്രാർത്ഥന മാത്രമേയുള്ളൂ ദേവി. നിന്റെ മനസ്സിന്റെ കരുത്ത് തകർന്നു പോകാതിരിക്കാൻ ദേവി എപ്പോഴും അനുഗ്രഹിക്കട്ടെ. എന്നെന്നും ദേവി ആ കരുത്ത് നിലനിർത്തട്ടെ. ഏതു പ്രതികൂല സാഹചര്യത്തിലും നീ നിന്റെ മനസ്സിലെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തരുത് പുത്രി. ഈ ആശീർവാദം മാത്രമാണ് നമുക്ക് നൽകാനുള്ളത്. വരട്ടെ, നാം വരട്ടെ പുത്രി. ഇല്ല, ഇവിടെ അധിക നേരം നിൽക്കുന്നത് ഉചിതമായിരിക്കില്ല. നിൽക്കൂ. ആരാണ് നീ? എന്തിനാണ് നമ്മെ നിരീക്ഷിക്കുന്നത്? എന്താണ് നിന്റെ ഉദ്ദേശം? എന്തിനാണ് നീ ഇങ്ങനെ മറഞ്ഞിരുന്ന് നമ്മെ നോക്കുന്നത്? അവിടുന്ന് നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് രാജകുമാരി.
നമുക്ക് യാതൊരു ദുരുദ്ദേശവും ഇല്ല. ദുരുദ്ദേശമുണ്ടോ ഇല്ലയോ എന്ന് നാം തീരുമാനിക്കും. നിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ഇപ്പോൾ നമ്മോട് പറയൂ. യഥാർത്ഥത്തിൽ അവിടുന്ന് ആശങ്കപ്പെടുന്നത് കണ്ടപ്പോൾ കുമാരി ഇവിടെ തനിയെ വിട്ടിട്ട് പോകാൻ നമുക്ക് സാധിച്ചില്ല. അത് മാത്രമാണ് കാരണം. നമ്മെക്കുറിച്ചുള്ള കരുതൽ നമ്മുടെ കുടുംബത്തിന് പോലും ഇല്ലല്ലോ. എന്നാൽ ഈ അപരിചിതനായ വ്യക്തിക്ക് നമ്മോട് ഇത്രയും കരുതലോ? അവിടുന്ന് നമ്മോട് ക്ഷമിച്ചാലും. നിൽക്കൂ. അല്ല ജ്യേഷ്ഠത്തി, ഈ തിരക്കിനിടയിൽ ഒരു കാര്യം ജ്യേഷ്ഠത്തിയോട് പറയാൻ മറന്നുപോയി. എന്താ? ഉദ്യാനത്തിൽ നിന്നും രാജപുഷ്പങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരാമോ? അവ വിവാഹത്തിന് വളരെ അനിവാര്യമാണ്. അതുപോലെ തന്നെ രൂപവതിയും അവളുടെ ഭാവി വരനും ആ പുഷ്പങ്ങളിൽ സ്പർശിക്കുന്ന സമയത്ത് തന്നെ ആ പുഷ്പങ്ങളെല്ലാം സ്വയമേ വിരിയുന്നതാണ്. അത് കൊണ്ടുവരാമോ? അത് ശരിയാണല്ലോ. ആ കാര്യം നാം മറന്നുപോയതാണ്. കനവാണു നീ, നിറവാണു നീ, നീ തന്നു സ്നേഹാമൃതം. അതേ കണ്ണുകൾ, അതേ ദൃഷ്ടി. ഈ കണ്ണുകൾ നമുക്ക് വളരെ പരിചിതമായി അനുഭവപ്പെടുന്നു. എന്നാൽ ആരാണ് നീ? നാം നിന്നെ മുൻപും എവിടെയോ കണ്ടിട്ടുണ്ട്. നീ ഇപ്രകാരം മുഖം മറച്ചാണ് എപ്പോഴും വരുന്നത്. എന്തിനാണ് മുഖം മറച്ചു വയ്ക്കുന്നത്? നിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പറയൂ. ആ പെൺകുട്ടി ശരിക്കും രൂപവതിയെ പോലെ തന്നെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാണ്? നാം ഇപ്പോൾ എല്ലാ കാര്യവും മറന്നു പോവുകയാണ്. അതുകൊണ്ട് ആ പുഷ്പങ്ങൾ നീ തന്നെ കൊണ്ടുവരാമോ?